ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ദിവസവും ഒരുപാട് വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നവരാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഏതെങ്കിലും ഒരു നല്ല ഇമേജ് അല്ലെങ്കിൽ വീഡിയോ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരോട് തന്നെ ചോദിക്കാറുണ്ട് അത് സെൻഡ് ചെയ്ത് തരാൻ. ചിലപ്പോൾ അവരത് സെൻഡ് ചെയ്ത് തരും, ചിലപ്പോൾ തരാറില്ല. അപ്പൊ ഇമേജ് ആണെങ്കിൽ നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്രോപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. വീഡിയോസ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇതിനു വേണ്ടി ചില തേർഡ് പാർട്ടി ആപ്സ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിക്കാതെ തന്നെ ഈ വാട്സ്ആപ്പ് ഇമേജസ് ആൻഡ് വീഡിയോസ് സേവ് ചെയ്യാം എന്നുള്ളതാണ്. വെൽക്കം ടു ടെറാസ്കോപ്പ് മീഡിയ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും അമർത്തുക. നമുക്ക് എങ്ങനെയാണ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇമേജസ് ആൻഡ് വീഡിയോസ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ വാട്സ്ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡെമോക്ക് വേണ്ടി ഒരു ഇമേജും ഒരു വീഡിയോയും എന്റെ വേറൊരു നമ്പർ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാട്സപ്പ് ക്ലോസ് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ഫയൽ മാനേജർ ആപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ആ ഫയൽ മാനേജർ ആപ്പ് അടുത്തത് ഓപ്പൺ ചെയ്യണം. എന്റെ ഫോണിൽ ഫയൽസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണൽ മെമ്മറി SD കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്റേണൽ മെമ്മറി, ഇന്റേണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യണം. കാരണം വാട്സപ്പ് ഡീഫോൾട്ട് ആയിട്ട് ഇന്റേണൽ സ്റ്റോറേജിലാണ് ഉണ്ടാകുക. വാട്സപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡേറ്റാബേസ് മീഡിയ എന്ന് പറയുന്ന രണ്ട് ഫോൾഡർ കാണാൻ സാധിക്കും. മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഇതിലാണ് നമ്മൾക്ക് വാട്സപ്പിൽ റിസീവ് ആകുന്ന ഫയൽസ്, അതുപോലെ സെൻഡ് ചെയ്യുന്ന ഫയൽസ് എല്ലാം ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇമേജസ്, ഡോക്യുമെന്റ്സ്, ഓഡിയോ ഫയൽസ്, അതുപോലെ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. ടോപ്പ് സൈഡിലുള്ള ആ സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ഹിഡൻ ഫയൽസ് എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ ഹിഡൻ ആയിട്ടുള്ള എല്ലാ ഫോൾഡേഴ്സും ഡിസ്പ്ലേ ആകും. ഇത് ഓരോ ഫയൽ മാനേജർ ആപ്പിൽ ഓരോ സ്ഥലത്തായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പൊ ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. ആ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഫോൾഡർ ഹിഡൻ ആയിരുന്നു എന്നാണ്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ കാണുന്ന എല്ലാ സ്റ്റാറ്റസും, അത് ഇമേജ് ആണെങ്കിലും ശരി, വീഡിയോസ് ആണെങ്കിലും ശരി, ആ ഫോൾഡറിന്റെ അകത്ത് ഉണ്ടാകും. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം ആദ്യം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഇമേജ് സ്റ്റാറ്റസിൽ. അതുപോലെ വീഡിയോ ഫയലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ മറ്റുള്ള ഫയലുകൾ തന്നെ നമുക്കിത് കോപ്പി ചെയ്യാൻ സാധിക്കും, കട്ട് ചെയ്യാൻ സാധിക്കും, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും. അത് കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ ആ സെറ്റിംഗ്സ് ഐക്കോൺ ക്ലിക്ക് ചെയ്തിട്ട് ഹിഡൻ ഫയൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ ഹിഡൻ ആകും. അപ്പൊ ഇതേപോലെ ഒരു പുതിയ ഇൻഫർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.